ഗേ എന്നും പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം സൊസൈറ്റി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഉസ്താദിന്റെ മകൻ ജ്യേഷ്ഠന്മാരൊക്കെ ഉസ്താദായിരിക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പെൺകുട്ടിയെ തരേണ്ടതില്ല, എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ ഗേ ബന്ധം തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പച്ചക്ക് പറയുന്ന, കുടുംബത്തെ മാനം കെടുത്തി മുന്നിൽ വന്ന് ഈ വിഷയമൊന്നും ഒരു സംഭവമല്ല എന്ന രീതിയിൽ നിർലജ്ജം ഇത് പറയുന്ന മോൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നല്ല, ഇത് കൂടിയിരിക്കും. എന്തുകൊണ്ടെന്നാൽ പൊതുസമൂഹം ഇതിന് വലിയ സപ്പോർട്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അതിക്രമങ്ങളുടെ വക്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. 7 വർഷം മുന്നേ ഇതിനുള്ള ശ്രമം നടത്തി ഇവരെല്ലാവരോട് സമരം ചെയ്ത് IPC 377 എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇതൊക്കെ വിരോധിച്ചുകൊണ്ടുണ്ടായിരുന്ന നിയമത്തെ പൊളിച്ചെഴുതിയിട്ടുണ്ട് സുപ്രീം കോടതി. ആ നിയമം എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആ നിയമമുള്ള കാലം ഗേ ലെസ്ബിയൻ ബന്ധങ്ങൾ ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമായിരുന്നു. കോടതി അതിന് പറഞ്ഞ ചില ന്യായങ്ങളുണ്ട്. മനുഷ്യന്റെ ഓരോ താല്പര്യങ്ങളും മൗലികാവകാശമാണെന്നും അതിന് എതിരുള്ള ഒരു പ്രവർത്തനവും പാടില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ IPC 377 എന്ന് പറയുന്ന ലൈംഗിക വൈകൃതങ്ങളെ വിരോധിക്കുന്ന നിയമം നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞിട്ടാണ് അത് പൊളിച്ചെഴുതിയത്. അപ്പൊ ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നതിനാണ് ഗേ എന്ന് പറയുന്നത്. വലിയൊരു കൗതുകം അതിന്റെ ഉടനെയുള്ള ബി എന്ന് പറഞ്ഞ സാധനമാണ്. ബി എന്ന് പറഞ്ഞ ബൈസെക്ഷൽ എന്ന് വെച്ചാൽ ആണിനോടും പെണ്ണിനോടും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ആളുകൾ. ഇതെങ്ങനെയാണ് ഈ ഗണത്തിലേക്ക് വരുന്നത്, ന്യൂനപക്ഷമാകുന്നത്? നമുക്ക് ആലോചിക്കണ്ടേ? ഇതാണ് ഇതിന്റെ പൊളിറ്റിക്സ് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞു പെരുപ്പിക്കുന്നത് പോലെ ഈ ഗേകൾക്ക് പെണ്ണിനോട് മാത്രമേ സെക്സ് താല്പര്യം വരുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഗേകൾക്ക് ആണിനോടും ലെസ്ബിയൻസിന് പെണ്ണിനോടും മാത്രമേ താല്പര്യം വരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഇവർ പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക. ആരും തെറ്റിദ്ധരിക്കരുത്. ഇവർ പറയുന്നത് പ്രകാരം മാത്രം ഗേ എന്ന സാധനത്തിന് ആണിനോട് മാത്രമേ ലൈംഗിക അഭിനിവേശം വരുന്നുള്ളൂ, ലെസ്ബിയൻസിന് പെണ്ണിനോട് മാത്രമേ വരുന്നുള്ളൂ എന്ന് നമ്മൾ വെറുതെ അംഗീകരിച്ചു കൊടുക്കുക. എന്നാലും എന്തിനാണ് ഈ ബൈസെക്ഷലിന് ആണിനോടും ആവാം പെണ്ണിനോടും ആവാം. അങ്ങനെ വരുമ്പോൾ അവൻ പ്രകൃതിപരമായിട്ടുള്ള പെണ്ണിനോടൊപ്പമുള്ള ജീവിതം നയിച്ചൂടെ? ഈ ബൈസെക്ഷലിൽ പെണ്ണും ആണും ഉണ്ടാവും. അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്ന ആണും അപ്രകാരം ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്ന പെണ്ണും ബൈസെക്ഷൽ എന്ന് പറയുന്ന വകുപ്പിലാണ് പെടുക. അവർക്ക് അവരുടെ വർഗത്തിനോട് താല്പര്യം വരുന്നുണ്ട്, സെക്സ് സാധ്യമാവുന്നുണ്ട്.